നിങ്ങൾക്ക് വിത്തൗട്ട് ട്യൂഷൻ ഫീസ്, ഈ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്ന ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഉപരിപഠനം ഒരു വിദേശ രാജ്യത്ത് നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായിട്ട് ഇത്തിരി ചിലവുള്ളൊരു കാര്യമാണ്. ഒരു രാജ്യത്തെ താമസം, ഭക്ഷണം, ആ യൂണിവേഴ്സിറ്റിയിലെ ഫീസ്, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ചിലവുകൾ, വിസ ചാർജസ്, നാട്ടിലെ എക്സ്പെൻസുകൾ, ഇതെല്ലാം ചേർത്ത് നല്ലൊരു തുക നമുക്ക് എന്തായാലും ചിലവാകും. ഈ ഒരു ചിലവ് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ്. ചില രാജ്യങ്ങളിൽ നല്ല എക്സ്പെൻസ് വരും, ചില രാജ്യങ്ങളിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും. സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിലും നല്ലൊരു തുക മുടക്കാതെ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴും കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന ചെറിയ രാജ്യങ്ങളായിരിക്കും എപ്പോഴും ചൂസ് ചെയ്യുന്നത്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചില രാജ്യങ്ങളിൽ നമുക്ക് വിത്തൗട്ട് ട്യൂഷൻ ഫീസ് കുറഞ്ഞ ചിലവിൽ പഠിക്കാനായിട്ട് അവസരമുണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഏറ്റവും നല്ല സ്റ്റഡി ഡെസ്റ്റിനേഷനായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പല രാജ്യത്തും നമുക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ മാർക്കല്ല, പണമാണ്. ഒരു വർഷത്തെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം ഒരു 8 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയൊക്കെയാണ്. അതിന് മുകളിലോട്ടും ഫീസുകളുള്ള കോഴ്സുകളുണ്ട്. എന്നാലും ഞാനൊരു ആവറേജ് പറഞ്ഞതാണ്. അപ്പോൾ ഒരു വർഷത്തെ കോഴ്സിന് തന്നെ ഇത്രയും ഫീസ് വരുമ്പോൾ 2 വർഷത്തെ 3 വർഷത്തേക്ക് ഒരു പ്രോഗ്രാമിന് ടോട്ടൽ എത്ര രൂപയാകും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ മനസ്സിലാവും. പിന്നെ വേറൊരു മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ലിവിങ് കോസ്റ്റാണ്. നമ്മുടെ താമസം, നമ്മളുടെ ഭക്ഷണം, മറ്റ് ചിലവുകൾ. ഇതിന് തന്നെ ഏകദേശം മിക്ക രാജ്യങ്ങളിലും ഏറ്റവും കുറവ് ഒരു 8 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ്. അതിൽ മേലെ ചോദിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. എന്നാലും ഈ ഒരു ലിവിങ് എക്സ്പെൻസ് നമ്മൾക്ക് പാർട്ട് ടൈമിലൂടെയും മറ്റും രീതികളിലെല്ലാം കണ്ടെത്താമെന്ന് വിചാരിച്ചാലും ഏറ്റവും വലിയൊരു ചിലവ് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് വരുന്നത് ഈ ഒരു ട്യൂഷൻ ഫീസാണ്. ഇത് തന്നെയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ അവസ്ഥ. നല്ല നല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒരു വർഷം ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. എന്നാൽ യൂറോപ്പിലെ ഏറ്റവും നല്ല രാജ്യങ്ങളിൽ ഒന്നായ ജർമ്മനിയിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ട്യൂഷൻ ഫീസ്, ഈ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്ന ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ഇങ്ങനെ ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ടുള്ള അവസരമുള്ളത്. ജർമ്മനിയിൽ 2 രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ജർമ്മൻ ലാംഗ്വേജ് അറിയുന്നവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, രണ്ടാമത് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഈ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇതിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഒരു 60, 65, 70% മാർക്കാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സിനനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് 60% മാർക്ക് മതി, ചിലർക്ക് 65, ചിലർക്ക് 70% മാർക്ക് വേണം. അത് ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കോൺടാക്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ അറിയുന്നവർക്കൊക്കെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഞങ്ങളുടെ നമ്പറും ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ഒന്നും അല്ല. എന്നാലും എൻ്റെ ഒരു ടീമിന് നിങ്ങൾ വിളിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് പറ്റും. ഞങ്ങളുടെ സേവനം തികച്ചും സൗജന്യമാണ്. ഇനി നിങ്ങൾക്ക് മാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 65%, 70% ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അടുത്തൊരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് IELTS ആണ്. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് മിനിമം ഒരു IELTS 6 അല്ലെങ്കിൽ 6.5 ഒക്കെ വേണം. അപ്പോൾ അതും ഉണ്ടെങ്കിൽ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. പണ്ട് കുറേ കുട്ടികൾ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിച്ച് ജർമ്മനിയിൽ പഠിക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളോടും അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം. അതായത് APS എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ റെഡിയാക്കണം. ഈ സർട്ടിഫിക്കറ്റ് IELTS അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഇനി BTech കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും വേറെയും കുറച്ച് ചിലവുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തേത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആണ്. ഒരു വർഷത്തെ നമ്മളുടെ താമസത്തിനും ഭക്ഷണത്തിനും ചേർത്ത് ഒരു നിശ്ചിത എമൗണ്ട് ജർമ്മനിയിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നില്ല. ചിലർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഈക്വൽ ഇൻ്റർവെൽസിൽ നിങ്ങൾക്കത് പയ്യെ വിഡ്രോ ചെയ്യാം. ഇനി വേറൊരു ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിസ ഡോക്യുമെൻറ്റേഷൻ്റെയും APSൻ്റെയും IELTSൻ്റെയും മറ്റ് പ്രോസസ്സിങ്ങിനൊക്കെ വരുന്ന എക്സ്പെൻസാണ്. ഈ ഒരു എമൗണ്ടാണ് നമ്മൾക്കൊരു 1 ടൈം എക്സ്പെൻസ് ആണ് ഇതെല്ലാം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ചിലവ് വരുന്നതാണ്. ഇത് നമ്മൾ എന്തായാലും കയ്യിൽ നിന്ന് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ചിലവാണ് മെയിനായിട്ട് വരുന്നത്. പിന്നീടുള്ളത് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആണ്. അതൊരു ചെറിയ എമൗണ്ട് ആണ്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഈ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. ഇനി കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ നിരവധി കോഴ്സുകളുണ്ട്. അതെല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ BTech കഴിഞ്ഞവരാണെങ്കിലും BCom കഴിഞ്ഞവരാണെങ്കിലും BBA കഴിഞ്ഞവരാണെങ്കിലും ഏത് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം.
ചില ഇൻഡസ്ട്രിയിൽ ചില ഏരിയയിലുള്ള കോഴ്സുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അതിന് പല റീസൺസ് ഉണ്ട്, അതുകൊണ്ടാണ്. എന്നാലും ഭൂരിഭാഗം കോഴ്സുകൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ബിടെക്കുകാർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് IELTS-ഉം APS-ഉം അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ബിടെക് കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ IELTS-ഓ APS-ഓ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ബിടെക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ ഈ ബ്രാഞ്ചുകളിലൊക്കെ പഠിച്ച് ഒരു നിശ്ചിത മാർക്കോടെ പാസ്സായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ പറയുന്ന APS-ഉം IELTS-ഉം വേണ്ട. എന്നാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിനൊപ്പിച്ച് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ഇത് ഇത്ര വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എബ്രോഡ് എഡ്യൂക്കേഷൻ കാണുന്ന പോലെയല്ല. അത്ര അനവധി സീറ്റുകളും അത്ര അനവധി കോളേജുകളും ഇൻടേക്കുകളും ഒന്നുമില്ല. കുറച്ച് സീറ്റുകൾ, കുറച്ച് യൂണിവേഴ്സിറ്റികൾ, അവിടെ സൗജന്യമായിട്ട് പഠിക്കാനായിട്ടുള്ളൊരു അവസരമാണ്. സോ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അപ്ലൈ ചെയ്യും. പെട്ടെന്ന് കോഴ്സുകൾ, പെട്ടെന്ന് യൂണിവേഴ്സിറ്റികളെല്ലാം ഫില്ലായിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞവർക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഇത് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജും ബിടെക് കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 60% മാർക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ ചിലവിൽ, ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, പല ഓപ്ഷൻസും ഉണ്ട്. അതേപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.